പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ടവനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കൾ പലവിധമായ ഭാരങ്ങളോടെ, സങ്കടങ്ങളോടെ, ആമേൻ, വേദനകളോടെയാണ് ആയിരിക്കുന്നത്. ആമേൻ, എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുൻപാകെ ഞങ്ങളായിരിക്കുന്നു. വ്യക്തമായ ദൈവസാന്നിധ്യം കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നാലും ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച സങ്കീർത്തനം 126 സങ്കീർത്തനമാണല്ലോ. അതിലെ 1-ാം വാക്യത്തിൽ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് ആണ് അത് പ്രാരംഭമായി പറഞ്ഞു തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ സ്വപ്നം കാണുന്നവരെ പോലെ ആകത്തക്ക നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തിയാണ് ഈ ദൈവജനത്തിന്റെ ഇടയിൽ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി തരുന്നത്. ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും കഴിയും. സ്വപ്നം കാണുന്നത് പോലെ ഉള്ള ദൈവപ്രവൃത്തിയെ അന്നും ഇന്നും എന്നും പ്രവർത്തിക്കുവാൻ നമ്മുടെ കരം, നമ്മുടെ ദൈവത്തിന്റെ കരം ബലമുള്ളതാണ്, ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഇസ്രായേൽ ജനം പറയുന്ന കാര്യമല്ല, മറ്റ് ജാതികളായ ആളുകൾ പറയുകയാണ്. യഹോവയായ ദൈവം അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു വൻ കാര്യം പറയാമോ? ദൈവത്തിന് സ്തോത്രം. ആന്റി പറഞ്ഞു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എണ്ണി 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 പറഞ്ഞു കഴിഞ്ഞാൽ വൻകാര്യങ്ങളെ ഉള്ളൂ, അല്ലെ? എന്തുകൊണ്ട് വൻകാര്യം എന്ന് പറയുന്നത്? വേറെ ആർക്കും ആ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സ്പെഷ്യാലിറ്റി അതാണ്. ദൈവത്തിന് ചെയ്യുന്നതായ ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയുന്നില്ല, സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദൈവത്തെ സർവശക്തനായ ദൈവമെന്ന് ആമേൻ മനസ്സിലാക്കുന്നത്, അല്ലെ? സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ സൊല്യൂഷനിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ കരം ബലഹീനമാണോ? കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നേ, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. പിന്നെ എന്താ വിഷയം? മറ്റെന്തോ വിഷയമുണ്ട്, അല്ലേ? നിങ്ങളുടെ പാപം അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇന്ന് ഈ പകൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, വൻകാര്യങ്ങൾ അന്ന് പ്രവർത്തിച്ച അതേ ദൈവമാണ് ഇന്ന് പകൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത്. ആ ദൈവത്തിന് ഇന്ന് പകൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ആമേൻ വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. അവന്റെ കരം കുറുതായിട്ടില്ല. അവന്റെ കരം ഇന്ന് പകൽ ഇവിടെ ഒന്ന് വെളിപ്പെട്ടാൽ ആ ദൈവത്തിന്റെ കരത്തോട് എതിർത്ത് നിൽക്കുവാൻ ഒരു ആഭിചാരത്തിനോ, ഒരു മന്ത്രവാദത്തിനോ, ഒരു ശുദ്ധപ്രയോഗത്തിനോ, ഒരു മാനുഷിക ശക്തികൾക്കോ, ഒരു പ്രതികൂലത്തിന്റെ വ്യാപാരത്തിനോ, ഒരു ദുരാത്മ വ്യാപാര മണ്ഡലത്തിനോ ഒരു കാലം കഴിയത്തില്ല. ആ ദൈവത്തിന്റെ ബലമുള്ള ഭുജം ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ടു വരുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യഹോവയായ ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരട്ടെ. വൻകാര്യമല്ല, നിസാരമായ കാര്യങ്ങളുമായിട്ട് ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നേറി കടന്നു വന്നിരിക്കുന്നത് എന്റെ ദൈവത്തിന്
വൻകാര്യങ്ങളെ ചെയ്യാൻ പ്രാപ്തനായ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ വൻകാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളാണ്, നിസ്സാരമായ കാര്യങ്ങളാണ്. ഈ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നത്, അല്ലെ? വലിയ കല്ലിൽ തട്ടി ആരെങ്കിലും വീണിട്ടുണ്ടോ? ഇല്ല. ചെറിയ കല്ലിൽ തട്ടിയാ നമ്മള് വീഴുന്നത്. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കും. പിശാചിന്റെ ഏറ്റവും ശക്തമായ ആയുധമാണ് നമ്മളെ നിരാശയിലാക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുക, ടെൻഷൻ അടിപ്പിക്കുക. അത് അവന്റെ ഒരു ഹോബിയാണ്. നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര കൊച്ചു കുഞ്ഞുങ്ങൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ പിശാച് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. ആരെ? ദൈവമക്കളെ എന്ന് നോക്കിയിരുന്നിട്ട് പിശാചിന്റെ കയ്യിലെ കളിപ്പാവയാണോ നമ്മള്? ആണോ? അല്ല. ദൈവത്തിന് സ്തോത്രം. എന്തിനാ നിരാശപ്പെടുന്നേ? എന്തിനാ ആകുലപ്പെടുന്നേ? എന്തിനാ ഭാരപ്പെടുന്നേ? നീ ഒറ്റയ്ക്കാണെന്ന് എന്തിനാ വിചാരിക്കുന്നേ? സർവശക്തനായ ഒരു ദൈവത്തിന്റെ കൂടെയില്ലേ? അവന് വൻകാര്യങ്ങളെ ചെയ്യുവാനുള്ള പ്രാപ്തിയില്ലേ? ആ ദൈവത്തിന്റെ ഭുജം ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട് വന്നാൽ നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഈ ആനയ്ക്ക് ബലം അറിയുന്നില്ല, അല്ലെ? എപ്പോഴും ബലം അറിയുന്നത്? ബലം അറിയുന്നതിനെ നമ്മൾ പറയും അതിന് മതം പൊട്ടിയെന്ന്. ദൈവത്തിന് സ്തോത്രം. മതം പൊട്ടുമ്പോഴാണ് ആനയുടെ ബലം എടുക്കുന്നത്. അതുവരെ ഈ ചെറിയ അനുഭവത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ആനനെ ആ ചങ്ങലക്കകത്തിട്ട് കെട്ടിയിട്ടേക്കുന്നത്. പല പ്രാവശ്യം ശ്രമിച്ചതാ ഈ ചങ്ങല പൊട്ടിക്കാൻ. എപ്പോ കൊച്ചായിരുന്നപ്പോ പല പ്രാവശ്യം ശ്രമിച്ചു, അന്നേരം ഒന്നും പൊട്ടിയില്ല. അപ്പൊ മനസ്സിൽ ഒരു ശരിക്കും ആനയുടെ മനസ്സിലാ ആ കെട്ട് വീണ് കിടക്കുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ കാര്യം, നമ്മുടെ മനസ്സിൽ ചില കെട്ടുകൾ വീണ് കിടക്കുക. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഞാൻ തീർന്നു, ഞാൻ അവസാനിച്ചു, ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ വീണ ആ പിശാച് വീഴ്ത്തിയിട്ടേക്കുന്ന ആ കെട്ടുണ്ടല്ലോ, ആ കെട്ട് ഇന്ന് പകൽ കർത്താവിന്റെ നാമത്തിൽ പൊട്ടുവാനിടയാകണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വാതന്ത്ര്യത്തിനായി കർത്താവ് നിന്നെ സ്വതന്ത്രനാക്കിയെങ്കിൽ പിന്നെയും അടിമമുഖത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്തിനാ പ്രിയമുള്ളവരെ? ആമേൻ. യഹോവയായ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെയും നിങ്ങളുടെയും വിഷയങ്ങളൊക്കെ നിസ്സാരമായ വിഷയങ്ങളാണ്. ആ വിഷയത്തിലുള്ള പരിഹാരം ഇന്ന് പകൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. ആമേൻ. പ്രാർത്ഥിക്കേണ്ടതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഉപവസിക്കേണ്ടതുപോലെ ഒന്ന് ഉപവസിച്ചു നോക്ക്, ബൈബിൾ വായിക്കേണ്ടതുപോലെ ഒന്ന് വായിച്ചു നോക്ക്. ആമേൻ. നമ്മുടെ വിടുതലിന്റെ സന്ദേശം വചനത്തിലുണ്ട്. ആ വചനം ജീവനുള്ളതായി ആത്മാവിൽ കയറുന്ന അനുഭവത്തിലേക്ക് നടത്തുവാൻ നമ്മുടെ ഉപവാസത്തിന് ശക്തിയുണ്ട്. ആ ഉപവാസത്തോടെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നതായ ദൈവവചനമാകുന്ന വാളുകൊണ്ട് നിന്റെ സാഹചര്യങ്ങളോടൊന്ന് യുദ്ധം ചെയ്തു നോക്ക്. ആമേൻ. ഏത് അനാഖ്യമല്ലനായാലും ഏത് ഫിലിസ്ത്യമല്ലനായാലും അതിന്റെ മേൽ ജയം നൽകുന്ന കരുത്തനായ ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുള്ളത് കൊണ്ട് നിന്റെ സാഹചര്യം നിന്നെ സമ്മർദ്ദത്തിലാക്കുവാൻ ഇനിയും ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകരുത്. ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിൽ ആനന്ദഘോഷം മുഴങ്ങത്തക്ക നിലയിൽ വൻകാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവം വരുത്തിയ ആ വൻകാര്യം എന്ന് പറയുന്നത് പ്രവാസികളെ മടക്കി വരുത്തി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം മടക്കി വരുത്തും. പ്രവാസം ഒരു അടിമത്വത്തിന്റെ അനുഭവം, അല്ലെ? പ്രവാസകാലം അടിമത്വത്തിന്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം മടക്കി വരുത്തി എന്ന ആ വാർത്ത ജാതികൾ കേട്ടപ്പോഴാണ് പറഞ്ഞേ, ദൈവത്തിന് സ്തോത്രം, ദൈവം വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പിശാചിന്റെ അടിമത്തത്തിലായിരുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സ്തോത്രം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന വാർത്ത ദൈവത്തിന് സ്തോത്രം കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം കടന്നു വരണം. കാരണം എന്തെന്നറിയാവോ?
വൻകാര്യങ്ങൾ ഒന്നാമത്തേതാ നമ്മുടെ വീണ്ടെടുപ്പ്, അല്ലേ? നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ നീതീകരിച്ചു, നമ്മെ വിശുദ്ധീകരിച്ചു, തേജസ്കരണത്തിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ ആ ചേറ്റുകുഴിയിൽ കിടന്ന് നമ്മെ പാറമേൽ നിർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ആ വൻകാര്യങ്ങളുടെ എണ്ണം എണ്ണി എണ്ണി പറഞ്ഞാൽ എത്രയധികമാണ്. ദൈവത്തിന് സ്തോത്രം. സമയം മുന്നോട്ട് പോകുന്നല്ലോ, വേഗത്തിൽ മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, ദൈവത്തിന്റെ വൻകാര്യം ഒരുവനിൽ വെളിപ്പെട്ടാൽ അവന്റെ വായിൽ ചിരി വരും, അവന്റെ നാവിന്മേൽ ആർപ്പുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് ഒരു വൻകാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊരു ചിരി വേണം. ഒന്ന് ചിരിച്ചേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സങ്കടം വേറെ ആരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല, അല്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ കരയുന്നെങ്കിൽ അപ്പന്റെ മുമ്പിൽ കരയണം. അപ്പന്റെ മുമ്പിൽ കരഞ്ഞാൽ വേറെ ആരുടെ മുമ്പിൽ കരയാൻ അപ്പൻ സമ്മതിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കരയുന്നെങ്കിൽ വേറെ ആരുടെയും മുമ്പിൽ കരയരുത്, എല്ലാവരുടെയും മുമ്പിൽ ചിരിക്കാനേ പാടും. ദൈവത്തിന് സ്തോത്രം. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവരെ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ ഭാരം, അവർ ഇത്ര വലിയ പ്രശ്നത്തിലൂടെയാണോ പ്രതികൂലത്തിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് അവരെ കാണുമ്പോൾ തോന്നത്തില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവര് ദൈവ മുമ്പിൽ കരയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവ മുമ്പിൽ കരയാത്തവര് വേറെ എല്ലാവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദൈവ മുമ്പിൽ കരയാൻ തുടങ്ങിയ വേറെ ആരുടെയും മുമ്പിൽ കരയാൻ സമ്മതിക്കാതെ വണ്ണം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്റെ മുഖത്ത് ചിരി നൽകുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ സങ്കടത്തെ അവൻ മാറ്റിക്കളയുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ കർത്താവേ, അങ്ങ് എന്നിൽ വൻകാര്യങ്ങളെ ചെയ്യണമേ. ആമേൻ. ഈ ദിവസങ്ങളിൽ ചിരിക്കുവാൻ തന്നെ ഞാൻ മറന്നുപോയിരിക്കുന്നു. ആമേൻ. എനിക്ക് ചിരിക്കുവാൻ പോലും കഴിയാതെ വണ്ണം എന്റെ മനസ്സ് വല്ലാതെ കലങ്ങിയിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു എന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാ, പിശാചിന്റെ ഇഷ്ടമല്ല നിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ പോകുന്നത്. ദൈവത്തിന്റെ ആലോചനയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ സങ്കടത്തെ, അവൻ നിന്റെ ഭാരത്തെ, നിന്റെ നിന്ദയെ, നിന്റെ അപമാനത്തെ, നിന്റെ ഒറ്റപ്പെടലിനെ നീക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് ഒരു ചിരി നമുക്ക് നൽകട്ടെ. മനസ്സിലെ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുലതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പിശാച് ടെൻഷൻ അടിപ്പിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് ഞങ്ങൾ ശാസിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, അവൻ ചിന്തകളിൽ നിന്ന് പുറത്തു പോകട്ടെ. പിശാച് നട്ടിട്ടുള്ള അവൻ കയ്പിന്റെ വേരിനെ മുളപ്പിക്കുന്ന അവൻ ആ ചിന്തകളെയെല്ലാം, ആ ടെൻഷൻ അടിപ്പിക്കുന്ന ചിന്തകളെയെല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ സന്തോഷം ഹൃദയത്തിൽ, ചിന്തകളിൽ, നിരൂപണങ്ങളിൽ നിറഞ്ഞു കവിയുന്ന അനുഭവങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. കർത്താവ് വൻകാര്യങ്ങളെ ചെയ്താൽ സന്തോഷം ഉണ്ടാകും. ചിരിക്കാൻ കഴിയുന്ന മാത്രമല്ല, സന്തോഷിക്കാനുള്ള വക ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ എവിടെ കിട്ടുന്നേ? ദൈവത്തിന്റെ സന്നിധിയിലാണ്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ചിരി കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് ചിരി കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? നമ്മൾ ഒന്ന് കഴിഞ്ഞ ആഴ്ച എത്ര മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായി? ഒന്ന് ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞ് നമ്മളങ്ങനെ ചിന്തിക്കാറില്ല, അല്ലേ?
മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഒന്ന് ചിന്തിച്ച കാലം അത് കുറെ ആയെന്ന് തോന്നും. ദൈവത്തിന് സ്തോത്രം. ചിരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ചിരിയെ ദൈവം കണ്ടു കഴിഞ്ഞാൽ ചിരിയെന്ന് പറയുന്നില്ല. കാരണം ദൈവത്തിന് ഹൃദയം അറിയാം അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലെന്താണെന്നുള്ളത് കർത്താവിന് മാത്രമേ അറിയൂ. അപ്പം കർത്താവ് അറിയുന്നത് നമ്മുടെ മനസ്സ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ചിരിക്കുന്നവര് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നോടുകൂടെ പ്രസംഗിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ സന്തോഷത്തെ നൽകാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾ കണ്ടെത്തുന്ന സന്തോഷങ്ങളൊക്കെ ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ്, സങ്കടമാണ്. നമ്മൾ സന്തോഷമെന്ന് വിചാരിച്ച് നമ്മൾ ആനന്ദിക്കുന്ന, രസിക്കുന്ന, ഉല്ലസിക്കുന്ന, സന്തോഷിക്കുന്ന എല്ലാ എന്റർടൈൻമെന്റുകളും എടുത്തു ആ സമയങ്ങളിൽ നമുക്കൊരു സന്തോഷം തരും. പക്ഷെ അത് കഴിഞ്ഞാലോ ദുഃഖം, കണ്ണുനീരാണ്, വേദനയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തരുന്ന സന്തോഷം അങ്ങനെയല്ല. ദൈവം തരുന്ന സന്തോഷം അത് ജയത്തിന്റെ ഉല്ലാസഘോഷമാണ്. ഒന്ന് പറഞ്ഞേ, ജയത്തിന്റെ ഉല്ലാസഘോഷമാണ്. ആമേൻ. ഇന്ന് പകലിൽ ജയത്തിന്റെ ഉല്ലാസഘോഷത്തെ നിന്റെ ഉള്ളിൽ പകരുവാൻ കരുത്തുള്ള ഒരു കരം ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആമേൻ. നിന്റെ കണ്ണുനീരിന്റെ താഴ്വരയിലേക്ക് വലിച്ചെറിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവൻ നിന്നെ വീണ്ടെടുക്കുവാൻ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കൃപയുടെ കരം ഇവിടെ ശക്തിയോടെ ചലിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുകയാണ്. അവൻ ചില സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, അവൻ ചില സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്റെ കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കത്തക്ക നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ ആയുധങ്ങളുടെ മേൽ അവൻ ഇന്ന് പകലിൽ ജയത്തിന്റെ ഉല്ലാസഘോഷത്തെ നിന്റെ ഉള്ളിൽ പകർന്ന് നിന്നെ ഒരു ആനന്ദമുള്ളവനാക്കി, സന്തോഷമുള്ളവനാക്കി നിന്റെ ജീവിതത്തെ മാറ്റാൻ ആ കർത്താവിന്റെ കൃപ ഇന്ന് പകൽ ഇവിടെ ശക്തിയോടെ വ്യാപരിക്കുകയാണ്. എല്ലാ ടെൻഷനുകളിൽ നിന്നും, എല്ലാ ആകുലതകളിൽ നിന്ന്, എല്ലാ ജോലിഭാരങ്ങളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാ കടബാധ്യതകളിൽ നിന്ന്, എല്ലാ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞാൻ പുറത്തു വരികയാണെന്ന് വിളിച്ചു പറയുവാൻ അവൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ ജനം കരങ്ങളെ ഉയർത്തി ആ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് എന്റെ ദൈവം ആമേൻ എന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അടിമത്തത്തിൽ നിന്ന് ആമേൻ ചിലരെ പുറത്തു കൊണ്ടുവന്നപ്പോ ജാതികൾ പറഞ്ഞു, യഹോവയായ ദൈവം അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാ. ആമേൻ. നിന്റെ ആമേൻ ഭാരങ്ങളിൽ നിന്ന്, നിന്റെ വേദനകളിൽ നിന്ന്, നിന്റെ സങ്കടങ്ങളിൽ നിന്ന് ഇന്ന് പകൽ കരുത്തുള്ള കരം നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ മുന്നോട്ട് ചുവടുവെക്ക്. നാളെയുടെ ദിനങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ ആമേൻ സന്തോഷത്തിന്റെ ആനന്ദഘോഷം നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരും. കർത്താവിന്റെ മഹത്വം, സന്തോഷം ഉണ്ടാവും. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ, കണ്ണുനീരോടെയാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ആർപ്പോടെ ഒരു കൊയ്ത്ത് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും കണ്ണുനീര്, അവിടെയും കണ്ണുനീര്. എന്തൊരു കഷ്ടമല്ലേ? വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കണ്ണുനീരാണെങ്കിൽ അവിടെ ആർപ്പായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജനിച്ചു വളർന്ന വീട്ടില് പ്രശ്നങ്ങളും പ്രതികൂലവും മാത്രമുള്ള, ചെന്ന് കയറിയ വീട്ടിലെങ്കിലും ഒരു സ്വസ്ഥ സമാധാനം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും എന്താ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തളത്ത് പന്തൻ കൊളുത്തിപ്പെടാ. പട പേടിച്ചിട്ടാണ് പന്തളത്തോട്ട് പോയത്. പക്ഷെ പന്തളത്ത് ചെന്നപ്പോൾ എന്താ
പന്തം കൊളുത്തി പടയാണ് അവിടെ അതിലും വലിയതാ. ദൈവത്തിന് സ്തോത്രം. മക്കളെ പ്രാർത്ഥിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ വൻകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു വൻകാര്യം കർത്താവ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്യുന്നതെല്ലാം വൻകാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമല്ല, അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഈ നമ്മൾ ചില സമയത്തൊക്കെ ഈ ലൈറ്റൊക്കെ കത്താതിരിക്കുമ്പോൾ നമ്മൾ അയ്യോ എൻ്റെ ദൈവം എന്നാ പറ്റി, എല്ലാം പോയി. പക്ഷേ അറിയാവുന്ന ഒരാൾ വന്നിട്ട് ഒരു വയറങ്ങ് കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ സംഭവമൊക്കെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഒരു കല്യാണ വീട്ടിൽ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണ വീടുണ്ട്. അപ്പം കല്യാണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ വിശ്വാസികളുടെ വീടല്ല കേട്ടോ. ഈ മദ്യം എന്ന് പറയുന്നത് ഭയങ്കര സുലഭം ആ സമയത്ത്. അപ്പോൾ വൈകുന്നേരമല്ല, ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി കണ്ട്, നമ്മളന്ന് കൊച്ചാ, അപ്പം ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഓൺ ആക്കുന്നതിൻ്റെ ഒരു സ്വിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, ഈ സ്വിച്ച് മുകളിലോട്ട് വെക്കണം, എന്നിട്ട് അടിച്ചാലാണ് ഇത് ഓൺ ആകുന്നത്. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കി നിന്ന് ഞാനിത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തു. ജനറേറ്റർ കണക്ഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ ഇവര് കിടന്ന് ഇത് എത്ര അടിച്ചിട്ടും സംഭവം ഇത് ആകുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് എന്നൊക്കെ പറയുന്നത്, നീ മാറിയിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ അത് മാറ്റി തരും. ഞാൻ കൊച്ചാ. അപ്പം ബുദ്ധിതായിട്ട് അവർ ശ്രദ്ധിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇങ്ങനെ അടിച്ചടിച്ച് ഒരു രക്ഷയില്ല. അപ്പോൾ ഇരുട്ടായി, ആകെ പ്രശ്നമായി. എല്ലാവരും ലൈറ്റില്ല ഭയങ്കര പരാതി, പ്രശ്നം. അപ്പോൾ ഉടനെ ഈ സെറ്റ് ചെയ്ത് വെച്ച ആളെ വിളിച്ച് അദ്ദേഹം ഓടി വന്നു. നേരെ ഈ സ്വിച്ച് അങ്ങ് ഓണാക്കി അടിച്ചു, ലൈറ്റ് എത്തി. നിസ്സാര കാര്യമുള്ളായിരുന്നു അല്ലേ? പക്ഷേ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് ജനറേറ്റർ വർക്കാകത്തില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിസ്സാരമായ ചില കാര്യങ്ങളായിരിക്കാം തടസ്സമായി നിൽക്കുന്നത്. അതെന്താണെങ്കിലും ദൈവസന്നദ്ധയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ അവൻ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാനിടയാകുമ്പോൾ വൻ കാര്യങ്ങൾ താമസിക്കത്തില്ല. അത് വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനിടയാകും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയും വൻകാര്യങ്ങളെ ചെയ്യുവാൻ അങ്ങ് മതിയായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം, ദൈവനാമം മഹത്വമെടുക്കണം, അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെയും